ഈ സിനിമ ചെയ്യുമ്പം ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ, ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നു മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, ആരഭിനയിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിന്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അതൊരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും. ഞാനിത് കുറെ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുകയായിട്ട് ഞാനിതിൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ ഒന്ന് പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പൊ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പു തരുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദിവസമാണ്. സിനിമയുടെ ലോഞ്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഷാരിസ് എന്ന സുഹൃത്തും എഴുത്തിൽ ലൈഫുള്ള എഴുത്തുകാരനായ ഷാരിസ് പിന്നെ നമുക്കൊരു പടം ചെയ്യാം എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ഡിജോ സഹോദരനാണ്. ഡിജോ തുടങ്ങുന്നുണ്ട് ഈ സിനിമയുടെ കൂടെ തന്നെ ഉള്ള ആളാണ്. അരുൺ വൈഗ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഥ പറയാൻ വേണ്ടി കൂടെ വന്നേക്കുന്ന ആളാണ് ഡയറക്ടർ അരുൺ വൈഗ. പിന്നെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ അച്ഛൻ പോലും വിളിച്ച് ചോദിക്കാറില്ല നിനക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ. 3 ദിവസം കൂടുമ്പോൾ ജോണി അണിച്ചേട്ടൻ ചോദിക്കും എന്താണ്. അങ്ങനെ ഉള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണം ജീവിതത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് പ്രിൻസിലേക്ക് വരുവാണെങ്കിൽ, ഞങ്ങൾ പറയുന്ന കഥ ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ബാട നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തരുന്ന, അതിന് പറഞ്ഞ ഇത്രയുള്ള കാര്യം എന്ന് പറയുന്ന കൂടെ തന്നെ നിൽക്കുന്ന ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന ലിസ്റ്റൻ ബ്രോജ് പ്രൊഡ്യൂസറായി വന്നതോടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. പിന്നെ തീർച്ചയായും ദിലീപേട്ടൻ 150ാമത്തെ പടമാണെങ്കിലും 1ാമത്തെ പടം പോലെ അഭിനയിക്കുന്ന ആ ടെൻഷനും ആ സ്നേഹവും ആ റെസ്പെക്റ്റിൽ നിൽക്കുന്ന ദിലീപേട്ടൻ വന്നുകൂടി ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന അടുത്ത ഡയറക്ടർ നിലയിൽ പടത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണെങ്കിൽ, ഈ ഫാമിലി എന്ന വാല് പോലെ തന്നെ ഈ സിനിമ കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ്. എല്ലാവർക്കും കുടുംബമായി വന്ന് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെയൊക്കെ കഥ പറയുന്ന അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും ഉള്ള പ്രിൻസിന്റെ കഥയാണ്. പ്രിൻസ് ഈ ഫാമിലിയുടെ സോളാണ്. പ്രിൻസ് എന്ന് പറയുന്ന ആളുടെ ലൈഫാണ് ഈ സിനിമ. മാജിക് ഫ്രണ്ട്സിൽ ഞാൻ ആദ്യം വരുമ്പോൾ, ജനഗണമനയ്ക്ക് വരുമ്പോൾ എൻ്റെ തലയിൽ നിറച്ച് മുടി ഉണ്ടായിരുന്നു. ജനഗണമനയ്ക്ക് വരുമ്പോൾ മലയാളി പ്രപഞ്ചം കഴിഞ്ഞ് പ്രിൻസ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ മാജിക് ഫ്രണ്ട്സിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അൺസെൻസേർഡ് ആയിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ട് പറയുന്നതിൽ ഒരു അച്ചടക്കം ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ, ദിസ് വിൽ ബി മൈ ഫാൻ. അത് ഞാൻ വേറൊരു നടന്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന ഇതുവരെ ഒരു നടന്റെ വേദിയിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നതല്ല, ദിലീപേട്ടന്റെ ബിഗ് ഫാൻ. ഞാനിവിടെ മാത്രമേ ബിഗ് ഫാൻ. ആ ഫാൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ദിലീപേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കൊല. എന്താ പറയാന്നറിയില്ല. ഞാൻ ഉച്ചയ്ക്ക് കാണുമ്പോൾ പിന്നെ എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുരിയത് ഇപ്പൊ പുരിയത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ പറയാനുള്ളത്, ഷാരിസ്
മാസം ഇമോഷനൊക്കെ പറഞ്ഞ കയ്യടിയൊക്കെ വരിക്കൂട്ടി. ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഫ്രണ്ട്സിനെ പറ്റി പറയുവാണെങ്കിൽ, ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മൂവി മായാമോഹിനിയായിരുന്നു. മായാമോഹിനിയിൽ ഞാൻ അസിസ്റ്റന്റ് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് മൈ ബോസ് ആയിരുന്നു. അതിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ മെയിൻ എഡിറ്ററായിട്ട് ദിലീപേട്ടൻ്റെ ഫ്രണ്ട്സ്. മെയിൻ എഡിറ്ററിൻ്റെ ലൈഫിലെ പല ഘട്ടങ്ങളിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ദിലീപേട്ടനൊപ്പം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് മ്യൂസിക്കിന് കൊടുക്കുന്നു, മ്യൂസിക് കിട്ടിയിട്ട് തിരിച്ച് നമ്മുടെ എഡിറ്റിംഗ് ടേബിൾ വരുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, പിന്നെ മ്യൂസിക്കിന് കൊടുക്കുന്നു, പിന്നെ എഡിറ്റിങ്ങിന് വരുന്നു, ട്രിം ചെയ്യുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ക്യൂൺ സിനിമയിലായിരുന്നു ഡിജോ. പക്ഷെ ഇതിൽ ഞങ്ങളത് വെട്ടിച്ചു. അത്രത്തോളം തവണ അവിടെ ഇവിടെ ഇത് പോയി വന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ അസിസ്റ്റൻസും അസോസിയേറ്റും അക്ഷയ് അർജുൻ എല്ലാവരും കൂടി ഉണ്ട്. എല്ലാവരെയും കൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ഔട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും കാണുക, വിജയിപ്പിക്കട്ടെ. ലിസ്റ്റിനും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാടൊന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത ഒരു സാധാരണ നല്ല കുടുംബ ചിത്രം. ആരെയും നിരാശപ്പെടുത്തില്ല. ഞാനതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട് സാധാരണ എല്ലാവരും പറയും പോലെ മഞ്ജുവിനെ പോലെ ഒരു ദാരിദ്ര്യവാസി ക്യാരക്ടറാണല്ലോ കിട്ടുന്നത് എല്ലാ സിനിമയിലും. ചിരിക്കണ്ട, നീ ഉൾപ്പെടെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ദാരിദ്ര്യം ഉണ്ടെങ്കിലും കുറച്ച് ബോൾഡായിട്ടുള്ളൊരു നല്ല ക്യാരക്ടറാണ്. പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കും, ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. 23 വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് ജൂലൈ 4-ന് 22 വർഷം മൂത്ത് ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോ ഇറക്കുമ്പോൾ 10 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 100 കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും വരില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ഷാരിസിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ഷാരിസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തന്നെ തോന്നുന്നു, കർത്താവേ ഇതിങ്ങനെ ശരിയാവും. നമ്മളൊരു ഡോക്ടർ വന്നിട്ട് പറയാ, ഡോക്ടറിന്റെ ഒരു പേഷ്യന്റ് വന്നിട്ട് ചോദിക്കുക, കൊച്ചൊരു പ്രശ്നമൊന്നുമില്ല, ചെറിയ വയറ്റുവേദന ഉണ്ടായിരിക്കും, എന്നാലും പേഷ്യന്റ് ഒക്കെ ഡോക്ടർ നമുക്ക് ഡൗട്ടാവും, ദൈവം രക്ഷപ്പെടില്ലേ എന്ന് പറഞ്ഞ ഷാരിസ് ചോദിച്ചോട്ടോ എനിക്ക് തന്നെ തോന്നുന്നു, കർത്താവ് ഞാൻ ചെയ്താൽ ശരിയാവുമോ? പിന്നെ സംശയം തീർത്തേയില്ല. ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോകും, ശരിയായോ എന്നുള്ളത്. അപ്പം ആ ഒരു അത്ര ഇതിനോടുള്ളവർ എന്നാ പറയേണ്ടത്, പ്രാണം കളഞ്ഞ് ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്, ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ഇൻചാർജ് സ്വരാജ്യം കൊടുക്കുന്നത്. ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലെ, ഷാരിസിന്റെ കണ്ണുകളിലൂടെ. അപ്പൊ ഷാരിസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെ. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കതൊക്കെ ചെയ്യാൻ പറ്റൂടാ. കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞടാ. ഇവര് ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിൽ. ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അവനും പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ബാല്യകാല സുഹൃത്താണ്, ഒരുമിച്ച് സിനിമ സ്വപ്നം കൊണ്ട് നടന്നവരാണ്. ഞാൻ സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തില് ആദ്യമായിട്ട് അലിഞ്ഞേട്ടൻ കേട്ടോ, ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ, അവൻ അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പടത്തിന്റെ, കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്ട് ചെയ്ത ആ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് പിന്റു. ആ സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം, പക്ഷെ ഇന്നും ആ ഒരു വേഷം തന്നതിന്റെ നന്ദി ഞാൻ അവനോട് അറിയിക്കാറുണ്ട്.